ഒക്കെയാണ് ഉള്ളത് എന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ അറിയെങ്കിലും വേണ്ടേ. അതെ, നമുക്ക് ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്, നമ്മൾ അറിയണം അതിനെ സംബന്ധിച്ചിട്ടല്ല. എന്തായിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചിട്ട് തന്നെയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. എന്താണ് സിന്ദൂരത്തിന്റെ വില? ഭർത്താവ് ഭാര്യമാരുടെ, അമ്മമാരുടെ, മക്കളുടെ കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെടുന്ന, മൃഗീയതയെന്ന് പോലും പറയാൻ സാധിക്കാത്ത ഈ കൃത്യത്തിന് കൃത്യമായ രൂപത്തിൽ മറുപടി നൽകും എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞിരുന്നു. 140 കോടി ജനങ്ങളെയും സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ ഒരു മറുപടി നരേന്ദ്രമോദി നൽകിക്കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം ഇങ്ങോട്ട് കയറി പാകിസ്ഥാൻ ചൊറിഞ്ഞതാണ്. ഈ ആക്രമണത്തിന് പാകിസ്ഥാൻ മണ്ണിലെ ഭീകര താവളങ്ങളാണ് ഇപ്പോൾ ചുട്ടെരിച്ചിരിക്കുന്നത്. ഇന്ത്യ നടത്തിയ ഈ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് പാകിസ്ഥാൻ സൈനികരാണ്. അപ്പൊ അവര് എത്രമാത്രം ഭീകരതയെ അംഗീകരിക്കുന്നുണ്ട് സൈനികർ. അപ്പോ ഇവർക്ക് ഈ ഭീകരവാദവുമായി ബന്ധമില്ല എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? അവര് പറയുന്നു ഞങ്ങൾ ജെയ്ഷെ മുഹമ്മദുമായി അതുപോലെ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമില്ല എന്ന്. അതാ അപ്പൊ അവര് തന്നെയാണ് ഈ ഭീകരത വിതയ്ക്കുന്നതും അവര് തന്നെയാണ് ഈ ഭീകരത കൊയ്തെടുക്കുന്നതും. ആര് എന്തു വിതച്ചാലും ശരി അവരത് കൊയ്തെടുക്കണമല്ലോ. അതുകൊണ്ടാണ് സിന്ദൂറിന്റെ പ്രത്യാക്രമണം, ഇന്ത്യ കൊടുത്ത സിന്ദൂർ, അതെ, അതിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ ഭീകരന്മാർക്ക് അവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന സൈനികർ, ISI ഉദ്യോഗസ്ഥർ, അതിന്റെ അർത്ഥം ഈ ഭീകരന്മാർക്ക് എത്രമാത്രം സ്വീകാര്യത സൈനികർക്കിടയിലുണ്ട്. അവരാണ് ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിവിധ ഇടങ്ങളിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISIയുടെയും സാന്നിധ്യമുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാക് അധീന കാശ്മീരിലെ ബിലാൽ ഭീകരവാദ കേന്ദ്രത്തിന്റെ മേധാവിയായ യാക്കൂബ് മുഗളിന്റെ സംസ്കാര ചടങ്ങിൽ ISI ഏജന്റുമാരും പാകിസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിഷ്വൽ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, ഇവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭീകരർക്ക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരസ്യമായ പിന്തുണയുണ്ട്. ഇതാണിപ്പോൾ ഇന്ത്യയും മനസ്സിലാക്കുന്നത്. മുസാഫറാബാദിലെ ബിലാൽ ടെറർ ട്രെയിനിങ് ക്യാമ്പിലെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് യാക്കൂബ് മുഗൾ. ഇവനാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഇപ്പോൾ കാണപ്പെട്ടത്, ഇന്ത്യയുടെ കരങ്ങൾ കൊണ്ട് തന്നെ. സംസ്കാര ചടങ്ങില് യൂണിഫോമിലും അതല്ലാതെയും നിരവധി ആളുകളെയും കാണാം. ഇതില് യൂണിഫോമിൽ അല്ലാതെ നിൽക്കുന്നവരിൽ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഉണ്ട് എന്ന് ഇന്ത്യയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ക്യാമ്പിന് നേതൃത്വം നൽകിയിരുന്ന ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാനിലെ പ്രധാന ഉദ്യോഗസ്ഥർ പങ്കെടുത്തതിലൂടെ ഭീകര സംഘടനകളുമായി പാകിസ്ഥാൻ സർക്കാർ നിലനിർത്തുന്ന ബന്ധം കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. അതെ, യാക്കൂബ് മുഗളിന് കീഴിൽ ഭീകരരെ പരിശീലിപ്പിച്ച് ഇന്ത്യൻ അതിർത്തി കടത്തി ഇന്ത്യയെ ആക്രമിക്കാനും രഹസ്യങ്ങൾ ചോർത്താനും അവിടെ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിനും വേണ്ടിയൊക്കെ വിട്ടിരുന്നത് തന്നെ ഈ യാക്കൂബ് മുഗൾ എന്ന വ്യക്തിയാണ്. ആ ക്യാമ്പിൽ നിന്നാണ് യാക്കൂബ് മുഗൾ എന്ന് പറയുന്ന ഭീകരൻ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നത്. നേരത്തെ തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭീകരരെ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ചെന്ന് സന്ദർശിച്ചതായി പറയുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു.
ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ 9 ഭീകരവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് പാക് അധീന കാശ്മീരിലെ ബിലാൽ ഭീകരവാദ കേന്ദ്രം തകർന്നത്. നല്ല പേരുകളാണ് കേട്ടോ. ഭീകരവാദ കേന്ദ്രത്തിന് ഇട്ടിരിക്കുന്ന പേരാ ബിലാൽ. എന്തായിരുന്നാലും ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കടത്തിവിടുന്നതിന് പരിശീലനം നൽകുന്നതിനും ഒക്കെയായി പ്രവർത്തിക്കുന്ന ക്യാമ്പായിരുന്നു ബിലാൽ കേന്ദ്രം. ഇതിനും പുറമെ മുരിദ്കയില് കൊല്ലപ്പെട്ട ഒരു ലഷ്കറി ഭീകരനുണ്ട്. അയാളുടെ സംസ്കാര ചടങ്ങിലും പാകിസ്ഥാൻ ഭീകരരുടെ ഒരുപാട് ഭീകരരുടെ ചടങ്ങുകളില് പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കെടുത്തു എന്നാണ് വിവരം. പാക് പഞ്ചാബ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥര് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പുലർച്ചെ 1:44 കൂടിയായിരുന്നു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. 25 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 23, 24, 25 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാന്റെ ലഷ്കർ ഇ തൊയ്ബയുടെ ജയ്ഷെ മുഹമ്മദിന്റെ ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ. പാകിസ്ഥാൻ മേഖലകളിലെ 9 സ്ഥലങ്ങളിലാണ് സൈന്യം തിരിച്ചടി നൽകിയത്. ഇന്ത്യൻ ആക്രമണങ്ങളിൽ ജയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസ്ഹറിന്റെ 10 കുടുംബാംഗങ്ങൾ, 10 മുതൽ 14 വരെ എന്ന് പറയപ്പെടുന്നുണ്ട്, 4 അനുയായികളൊക്കെ കൊല്ലപ്പെട്ടു. അപ്പോ പാക് സൈനികർ യൂണിഫോമിൽ തന്നെ എത്തി സൈനിക ബഹുമതിയോടുകൂടി ഇവന്റെയൊക്കെ സംസ്കാരം അങ്ങോട്ട് നടത്തി. മസൂദ് അസറിന്റെ UN രക്ഷാസമിതി ഭീകരനായി പ്രഖ്യാപിച്ച അവരുടെ ലിസ്റ്റിലുള്ള വ്യക്തിയാണ് ഇയാള്. ഈ ഭീകര സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ബഹുമതികളോടുകൂടി അന്തിമ ഉപചാരം അർപ്പിക്കുന്ന, ഭീകരവാദത്തിന് നല്ല രൂപത്തിൽ വളമിട്ടുകൊടുക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഭീകരത ഇന്ന് ലോകം തിരിച്ചറിയുക. ഭീകരവാദത്തെ വളർത്തിക്കൊണ്ടുവരുന്ന പാകിസ്ഥാന്റെ പങ്ക് നിർണായകമാണ് എന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള തെളിവുകളാണ് ഇന്നിതൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമൊക്കെയുള്ള മുസാഫറാബാദ്, കോട്ട്ലി, ബഹാവൽപൂർ, റാവൽകോട്ട്, അതുപോലെ ബിംബർ, ചക്സ്വാരി, വേറെ ഇതൊക്കെ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇന്ത്യയുടെ സൈനിക ആക്രമണം നടന്നിട്ടുണ്ട്. ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായിട്ടുള്ള ബഹാവൽപൂരിലെ മർക്കസ് സുബ്ഹാനല്ലാ ക്യാമ്പ്, ലഷ്കറി ആസ്ഥാനമായിട്ടുള്ള മുരിദ്കയിലെ മർക്കസ് തൊയ്യിബ, ഹിസ്ബുലിന്റെ ക്യാമ്പായിട്ടുള്ള സിയാൽകോട്ടിലെ മെഹ്മൂന ജോയ, ഇതെല്ലാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പൊട്ടിച്ച് പപ്പടം പോലെയാക്കി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 25 മിനിറ്റോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ സ്കാൽപ്പ് അഥവാ സ്റ്റോം ഷാഡോ എന്നൊക്കെ പറയും, ഈ മിസൈലുകളും ഹമ്മർ ബോംബുകളും ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും അവിടങ്ങളിലെ ബോംബ് വർഷിക്കുന്നതിന്റെ വീഡിയോകളുമൊക്കെ സേന പുറത്തുവിട്ടതൊക്കെ ലൈവായി നരേന്ദ്രമോദി വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പുലർച്ചെ 1:05 നടന്ന ആക്രമണത്തില് പാകിസ്ഥാനിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ കൃത്യമായി ലക്ഷ്യമിട്ട് തകർത്തത്. ജയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസ്ഹറിന്റെ കുടുംബം, എത്ര കുടുംബങ്ങളെ ഇവൻ ഇല്ലാതാക്കി, എത്ര കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ വ്യക്തിയാണ് ഈ മസൂദ് അസ്ഹർ. അവന്റെ കുടുംബം ചത്തപ്പോൾ അവന് വിഷമമുണ്ടായല്ലേ? കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. ഭീകര ക്യാമ്പുകൾ ഉണ്ടായിരുന്ന 90ഓളം ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഇന്ത്യ നൽകുന്ന സൂചന. ഇനിയും പ്രകോപനം തുടർന്നാൽ സിന്ദൂർ 2 ഞങ്ങളെ കൊണ്ട് ഇടിപ്പിക്കരുത് എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അതെ, സിന്ദൂർ 2ലേക്ക് പോകാൻ